ഇത് കട്ട് ബീഡാണ്. ഇന്ന് നമ്മൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇത് സിൽവർ കളർ വരുന്ന ടൈപ്പും പിന്നെ ഇത് ഗോൾഡും കോപ്പറും കൂടെ കൂടിയ ഒരു കോമ്പിനേഷൻ വരുന്ന കളർ ടൈപ്പും. ഈ രണ്ടെണ്ണം എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അതാണ് ഈ രണ്ടെണ്ണം കാണിച്ചത്. എന്നിട്ട് നമ്മൾ സാധാരണ നീഡിൽ ത്രെഡ് കോർത്തെടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്തിൻ്റെ അടിവശത്തൂടെ നീഡിൽ കോർത്തെടുക്കുക. എന്നിട്ട് നമ്മളിവിടെ 2 ബീഡ് വെച്ചിട്ടാണ് കോർത്തെടുക്കുന്നത്. ഇതുപോലെ നീഡിൽ കോർത്തെടുത്തു. എന്നിട്ട് ആ 2 ബീഡിനോടും തൊട്ട് ചേർന്നത് കണ്ടോ, ഇതുപോലെ താഴോട്ട് നമ്മൾ സൂചി ഇങ്ങനെ കുത്തി ഇറക്കി എടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ താഴോട്ട് സൂചി കുത്തി ഇറക്കി എടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത പോലെ നിൽക്കും. പിന്നെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വീണ്ടും സൂചി കുത്തി എടുത്തിട്ട് ഈ 2 ബീഡ് വരുന്ന കണ്ടോ, ഈ ബീഡിനകത്തൂടെ നമ്മൾ നമ്മുടെ നീഡിൽ ഇങ്ങനെ കോർത്തെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കോർത്തെടുക്കുക. നോക്കിക്കോണേ, ഇത് കണ്ടോ, ഇതുപോലെ നമ്മളിങ്ങനെ കോർത്തെടുത്ത് കഴിയുമ്പോൾ ആ നീഡിലും ത്രെഡും കൂടെ നമുക്കിങ്ങനെ ഇപ്പുറത്തോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഈ നീഡിൽ 2 ബീഡ് കോർത്തെടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ കോർത്തെടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ബീഡിനോട് തൊട്ട് ചേർന്ന് നമ്മൾ സൂചി താഴോട്ട് കുത്തി ഇറക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ആ 2 ബീഡ് കോർത്തെടുത്തില്ലേ, ഇത് കണ്ടോ, അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, അതായത് കോർത്തെടുത്തതിൻ്റെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ വീണ്ടും നീഡിൽ കുത്തിയെടുത്തിട്ട് ആ ബീഡിനകത്തൂടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഷുഗർ ബീഡിൻ്റെ സ്റ്റിച്ച് ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും. ഇത് വേറെ, അതായത് ഈ കട്ട് ബീഡിൻ്റെ സ്റ്റിച്ച് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് ഓരോ ബീഡ് എടുത്തിട്ട് ബാക്ക് സ്റ്റിച്ച് വെച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാവേ. ഇത് കണ്ടോ, ഈ കട്ട് ബീഡ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തത്. വേറൊരു ടൈപ്പ് ബീഡും കൂടെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിനെ നമ്മൾ 2 ബീഡ് എന്നാണ് പറയുന്നത്. ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ കട്ട് ബീഡ് വെച്ച് ചെയ്ത സ്റ്റിച്ചില്ലേ, അതുപോലെ തന്നെ സെയിം അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ഇത് ആഡ് ചെയ്യാത്തത്, അതായത് 2 ബീഡ് വെച്ചിട്ടുള്ള സ്റ്റിച്ച് ആഡ് ചെയ്യാത്തത് കേട്ടോ. സെയിം അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് കണ്ടോ, ഈ 2 ബീഡ് ആകുമ്പോൾ കുറച്ചുകൂടി വലുപ്പമുണ്ട് കട്ട് ബീഡിനെക്കാട്ടിലും. ഈ 2 എണ്ണം വെച്ചിട്ട് നമ്മൾ ഈ കട്ട് ബീഡിൻ്റെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് 2 ബീഡും ചെയ്തെടുക്കാം കേട്ടോ. ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടുവേ സ്റ്റിച്ച്.